ഹലോ, വെൽക്കം ടു വാച്ച് ഹോം സ്റ്റോറി. ഇത് വിദ്യയാണ്. ഇന്ന് നമ്മുടെ DC ആർബറേറ്റത്തിൻ്റെ പാർട്ട് 2 വീഡിയോ ആണ്. ആദ്യത്തെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ലിങ്ക് ചെയ്യാം. ഇത് കഴിഞ്ഞ കൊല്ലം ഏപ്രിലിൽ എടുത്ത വീഡിയോ ആണ്. ഇപ്പോൾ പോസ്റ്റ് ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്കലുള്ള ആൾക്കാർക്കും പിന്നെ ഓഫ് കോഴ്സ് DC സമയത്ത് വിസിറ്റ് ചെയ്യുന്ന ആൾക്കാർക്കും നല്ലൊരു എന്താ പറയുക ഡെസ്റ്റിനേഷനാണ്. അതാണ് ഇപ്പോൾ പോസ്റ്റ് ചെയ്യാൻ കാരണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അവരുടെ ബോൺസായി ഗാർഡനും പിന്നെ ക്യാപിറ്റൽ കോളംസ് എന്ന് പറഞ്ഞ ഒരു കാര്യവും കൂടിയാണ് കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ. നമ്മൾ കയറുമ്പോൾ തന്നെ ട്യൂലിപ്സാണ് നമ്മളെ ഗ്രീറ്റ് ചെയ്യുന്നത്. ആ ട്യൂലിപ്സിൻ്റെ ബാക്കിലായിട്ട് നിങ്ങൾക്ക് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മറ്റേ ക്യാപിറ്റൽ കോളംസ് കാണാം. അങ്ങടേക്ക് നടക്കുന്നതിന് മുന്നേ നമുക്ക് ആദ്യം ബോൺസായി ഗാർഡൻ കാണാം. ഈ ട്യൂലിപ്സൊക്കെ ഓൾമോസ്റ്റ് സീസൺ കഴിഞ്ഞു. ഞാൻ പറഞ്ഞ പോലെ ഏപ്രിൽ അവസാനത്തെ ആഴ്ചയാണിത്. ഏപ്രിൽ ആദ്യമൊക്കെയാണ് ട്യൂലിപ്പുകൾ പൂക്കുക. കണ്ട പെറ്റൽസൊക്കെ വീണു തുടങ്ങി. പെൻജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനക്കാരുടെ ബോൺസായി ആണ്. അത് ആക്ച്വലി അവരാണ് ആദ്യം തുടങ്ങി, എന്നിട്ടാണ് ജാപ്പനീസുകാർ ബോൺസായി തുടങ്ങിയെന്നാണ് പറയുന്നത്. അതിൽ ഫോക്കസ് ട്രീൻ്റെ ഷേപ്പൊക്കെ ഉണ്ട്. ജാപ്പനീസ് ബോൺസായി എന്ത് അതന്നെ പറഞ്ഞേ. ട്രീയുടെ ഷേപ്പ് വെച്ച് ട്രെയിൻ ചെയ്യുന്നത് കണ്ടോ, കോല് വെച്ച് കെട്ടി വെച്ചേക്കുന്നത്. ഇതൊരു വലിയ ബോൺസായാണ്. ടിപ്പിക്കൽ നമ്മൾ കാണുന്ന ബോൺസായിനല്ല പൂത്ത് കൊടുക്കുന്നത്. 400 year old ബോൺസായി ഒക്കെ ഉണ്ട് ഇവിടെ. ഹിരോഷിമ നാഗസാക്കി സർവൈവ് ചെയ്ത്, അല്ല നാഗസാക്കി അല്ല, ഹിരോഷിമ സർവൈവ് ചെയ്ത്. അപ്പോൾ ഇതിൻ്റെ ഇത് കണ്ട, ഇതൊക്കെ ട്രെയിൻ ചെയ്തേക്കുന്നതാണ് കംപ്ലീറ്റ് ഇങ്ങനെ. പക്ഷേ ഇത് വലിയ ടൈപ്പ് ബോൺസായി. മറ്റേത് ടിപ്പിക്കലാണ് ബോൺസായിൻ്റെ. ഈ പെൻജിങ് എന്ന് പറഞ്ഞ സാധനം അവർ പറയുന്നതെന്ന് വെച്ചാൽ ഇറ്റ്സ് മോർ ഓഫ് എ ലാൻഡ്സ്കേപ്പ്. അതാണ് ചെയ്യുന്നത്. ഡഗ്ലസ് ഫർ ഇൻ ട്രെയിനിങ് സിൻസ് 2016. ഇത് അത്ര പഴയതല്ല കണ്ടോ. 2016 തൊട്ട് ട്രെയിൻ ചെയ്തതെന്ന് ശരിയായത്. ഇൻ ട്രെയിനിങ് സിൻസ് 1960. ഈ പൂവുണ്ടോ, ഇതിൻ്റെ പേര് കമീലിയ. ഇത് രണ്ടും ഇതും അതെ അതും അതെ. ഓൾമോസ്റ്റ് റോസ് പോലെ. ഇത് വിൻ്റർ ഫെബ്രുവരിക്കൊക്കെ പൂക്കുക. ഇത് പൂത്ത് കഴിഞ്ഞു. നോക്കി എൻ്റെ ക്ലോസപ്പ് ഒക്കെ പൂവുണ്ട്. പിന്നെ കളറൊക്കെ ഫെയ്ഡ് ചെയ്ത്, ബിക്കോസ് ഫെബ്രുവരിയിൽ ഓപ്പൺ ആക്കുന്നത്. ഇതൊക്കെ നോക്കി ശരിക്കും റോസാന്ന് ഇരിക്കുള്ളൂ അല്ലേ. സ്പ്രിങ്ങിൽ പൂക്കുന്ന കമീലിയ ഉണ്ട്, ഫോളിൽ പൂക്കുന്ന കമീലിയ ഉണ്ട്. ഒരു പ്രൊട്ടക്റ്റഡ് സ്പോട്ടാണ് ഇതിന് വേണ്ടത്. ഓ മൈ ഗോഡ്, 16 since 1625 in training. This is the tree that survived Hiroshima. 1625. 400 കൊല്ലം പഴക്കമുള്ള മരം. ജപ്പാൻ US-ൽ ജപ്പാൻ US-ന് ഗിഫ്റ്റ് കൊടുത്തതാ 200th ബർത്ത്ഡേക്ക് US-ൻ്റെ. 1966. This is from 1906. നല്ല ജാപ്പനീസ് പേപ്പറിലെ നല്ല ഭംഗിയുണ്ട് അതിൻ്റെ എല്ലാം കാണാനായിട്ട്. ഞാൻ എപ്പോഴും എനിക്കത് പഠിക്കണം. 1935 സ്പ്രൂസ്. സിൻസ് 2001 ഉണ്ട്. ദിസ് ഇസ് ഫ്രം 1825. ഇൻ ട്രെയിനിങ് സിൻസ് 1825. ജാപ്പനീസ് പേപ്പറിലെ it's just old. Age unknown. ഇത് 1936 കമീലിയ. നേരത്തെ പൂത്ത കമീലിയ അല്ലേ, അതാണത്. ഇത് 1895. ഇറ്റ്സ് ബിഗ്. ഒരു ചട്ടിയിൽ ഇത്രയും ഒരു മരത്തിന് ഇത്രയും കാലം വളർത്താൻ പറഞ്ഞാൽ നമ്മളൊക്കെ എന്തോരം ചെടി ഇന്ത്യ കൊല്ലുന്ന ടീംസാണ്. കഴിഞ്ഞ വിൻ്ററിൽ, കഴിഞ്ഞ 2 വിൻ്ററിലായിട്ട് ഞാൻ എന്തോരം ചെടി കൊണ്ടെന്ന് അറിയോ. ലിറ്ററലി വെള്ളം ഒഴിക്കാൻ ശ്രദ്ധിക്കാണ്ടാണ് മിക്കതും പോയേക്കുന്നത്. 1926. This is 1875. This is a quince, Chinese quince. അതിൽ പൂത്ത് കഴിഞ്ഞു, പൂവുണ്ടായി കഴിഞ്ഞു. 1875. This is another maple, Trident maple, 1918. And this is from 1925 spruce. നല്ല ഷേപ്പ്. ദിസ് ഇസ് എൻ ആർട്ട്. വേറെ 1895 പൈനാണിത്. ജാപ്പനീസ് ബ്ലാക്ക് പൈൻ. ഷേപ്പൊക്കെ ശരിക്കും പടം വരച്ച് വെച്ച പോലത്തെ ഷേപ്പല്ലേ. അതെ അതെ അതെ. വെട്ടുന്നല്ലാണ്ടോ അങ്ങനെ ഷേപ്പൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതല്ലേ. ഇത് കണ്ടോ, ദിസ് ഇസ് മൈ ഫേവറേറ്റ് ട്രീ, ഗിങ്കോ. വൺ ഓഫ് മൈ ഫേവറേറ്റ് ട്രീസ്, ഗിങ്കോ.
1926 തൊട്ട് ട്രെയിൻ ചെയ്യുന്നതായില്ല. 1935 ഇതിൽ 2 ടൈപ്പ് മരങ്ങളുണ്ട്. ആക്ച്വലി 3 ടൈപ്പ്, ഹോൺബീൻ, പൈനും ബീച്ചും. 1935. ഇത് ജൂണിപ്പർ, ഏജ് അറിയില്ല. ദിസ് ലൈക്ക് എ റിയലി ഓൾഡ് ട്രീ. അല്ലല്ല, ഇൻ ട്രെയിനിങ് സിൻസ് 1959, ജാപ്പനീസ് വൈറ്റ് പൈൻ. അല്ല, ഇൻ ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിൻ ചെയ്യാൻ തുടങ്ങിയേ ഉള്ളൂ. എപ്പോഴാണ് ഈ ട്രെയിൻ വളർന്നു തുടങ്ങിയാൽ അറിയില്ല, വിത്തൊന്നും മുളച്ചിട്ട്. ഇത് സൈപ്രസ് സിൻസ് 1875. ഓ, ജാപ്പനീസ് റെഡ് പൈൻ, നല്ല ഭംഗിയല്ലേ. അതെ അതെ, ആയി വരുന്നേ ഉള്ളൂ. അല്ല, അത് അതിൻ്റെ ഇതിന് മൂത്തിട്ടാണ് വലിയ പൈൻകോണായി വരിക. അതെ, ചെറിയ ചെറിയ കിളുന്ത്, നല്ല വലിയ മരം. അത് ബാക്കിൽ കണ്ട വിസ്റ്റീരിയ, ഒരാഴ്ച മുന്നേ വന്നിട്ടുണ്ടെങ്കിൽ മുഴുവൻ പൂത്തല്ല ഭംഗിയില്ല. പക്ഷെ നിറച്ച് വണ്ട വിസ്റ്റീരിയയിൽ തേൻ കുടിക്കാനായിട്ട്. പേരാൽ 1974 തൊട്ട് ട്രെയിൻ ചെയ്യുന്നു. ഞാൻ വേറെ സാധനം കാണിച്ചു കേട്ടോ. ഇത് ചൈനീസ് സ്ക്വൻസ് ആണ്. 1975. ഇത് കണ്ടോ, ബൊഗേൻവില്ല. 1985 ട്രെയിൻ ചെയ്യാൻ തുടങ്ങിയത്. മനസ്സിലായി കേട്ടോ, നല്ല വഴി. നമ്മളിപ്പോൾ ചൈനീസ് ഇതിലേക്ക് കടന്നിട്ടില്ല. അത് നോർത്ത് അമേരിക്കയിൽ വെച്ച് ചെയ്തേക്കുന്ന ബോൺസൈകളാണ് ഈ സെക്ഷനിൽ മുഴുവൻ. മറ്റേത് മുഴുവൻ ജപ്പാൻ നന്നായിരുന്നു നമുക്കുണ്ടായിരുന്നേ. ഉണ്ടോ, നല്ല മണമല്ലേ, റോസിൻ്റെ മണമാണോ? ചൈനീസ് പവിലിയൻ. നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ്. പെൻജിങ് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, അതാണ് അവരുടെ സ്റ്റൈൽ. ഞാൻ DC-യിൽ എവിടെയാണ് വിസ്റ്റീരിയ പൂത്തിട്ട് ഭംഗി ഉണ്ടാകാമെന്ന് നോക്കുമ്പോൾ കണ്ട ഇത് കണ്ട ഇതൊരു സർക്കിളാണ്. ഇത് മുഴുവൻ വെസ്റ്റീരിയ പൂത്തത്. അല്ല, മുഖം ഇല്ലെന്നല്ല പ്ലീസ്. മറ്റേ ശീമക്കൊന്നേൻ്റെ ഒക്കെ വേറെ വേർഷൻ പോലെ എനിക്ക് എപ്പോഴും തോന്നുന്നത്. ഇത് മുഖം ഇല്ല അല്ല, ഞാൻ പറഞ്ഞു ഇതാ ഈ വള്ളിയാണ് വെസ്റ്റീരിയ എന്ന് പറയുന്നത്. കണ്ട, ഈ പൂത്ത് കഴിഞ്ഞു. കണ്ട, ഇത് ഭയങ്കര ഒരു കണ്ട ഈ ഒരു നല്ല പിക്ചർ സ്പോട്ടല്ലേ. ഇങ്ങോട്ട് യൂസി ഇത് ആംഗിൾ എല്ലായിടത്തും ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിരുന്ന ഞാനത്. കണ്ട, പൂത്തിക്കുന്ന അസീലിയ. ഇത് 2 മദേഴ്സ് ഡേക്ക് മുന്നേ മോന് എനിക്കൊരു ഗിഫ്റ്റ് വന്നിരുന്നു. അസീലിയയുടെ ബോൺസായി. ഇത്രയും വലുതൊന്നും ആയിരുന്നില്ല, ചെറുതായിരുന്നു. പക്ഷേ അതൊരു വിൻ്റർ സർവൈവ് ചെയ്തില്ല. ഞങ്ങളുടെ പുറത്ത് വെച്ചിരുന്നു, പുറത്ത് വെക്കണം പറഞ്ഞു. പക്ഷെ അത് സർവൈവ് ചെയ്തില്ല. പക്ഷെ ഇങ്ങനെ ഇരിക്കും ബ്ലൂം ചെയ്ത് കഴിഞ്ഞാൽ. വാട്ടർ ജാസ്മിൻ. ഏജ് ആണ് അതന്നെ വേണമല്ലേ. റിയലി പ്രിറ്റി. പിന്നെ ഫ്ലവേഴ്സും നല്ല രസമാണ്. കണ്ട, ഇതാണ് ഇവരുടെ പ്രത്യേകത. ദ ബാക്ക്ഡ്രോപ്പ് ദേ ക്രിയേറ്റ് എ സീൻ. സെയിം തിങ് ഹിയർ. സീ ദിസ്, ഇറ്റ്സ് പാർട്ട് ഓഫ് എ സീൻ. ഇതാണ് പെൻജിങ്ങിൻ്റെ പ്രത്യേകത. കണ്ട, ആ മരം താഴേക്ക് വീഴുക. എല്ലാത്തിലും ഇല്ല. അതാണ് അവരുടെ ക്ലാസിക് പരിപാടി. ഇതൊക്കെ ട്രൈഡൻ മേപ്പിൾ സീംസ് ലൈക്ക് ദ ബെസ്റ്റ് വൺ. ഭയങ്കരമായിട്ട് പോപ്പുലർ ആണെന്നു ബോൺസൈക്കാരുടെ അടിയിൽ. ഇതാണ് ഓൾഡർ ദാൻ ബോൺസൈ ആണെന്ന് പറയുന്നു. ഞാൻ വേറെ കാര്യം കാണിച്ചു കേട്ടോ. ഇതുണ്ടോ, ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരെ റോക്ക് പെഞ്ചിങ്. കണ്ട, എൻ്റെ ഉള്ളിൽ ഇവിടെയാണ് ആ മരം ഇരിക്കുന്നത്. ഷാങ്കായ് ബൊട്ടാണിക്കൽ ഗാർഡനിൽ നിന്ന് 2006 കിട്ടിയ ഗിഫ്റ്റാണ്. ഈ ഒരു ബോൺസായി കണ്ടോ, ഇതിൽ നമുക്ക് ആ പെൻജൻ സ്റ്റൈൽ ശരിക്കും കാണാൻ പറ്റും. ഒരു പാർക്കിൽ കൂടി നടക്കുന്ന ഒരു ബോൺസായി ആണ് അവർ ഉണ്ടാക്കിയേക്കുന്നത്. ഇതിലെ ട്രീസ് മാത്രമല്ല, താഴെ ചെറിയ ക്രീപ്പർ പോലത്തെ ചെടികൾ പോലും ഈ ഒരു ബോൺസായി ലാൻഡ്സ്കേപ്പിംഗ് സീനിൽ അവർ വളർത്തിയിട്ടുണ്ട്. 1961 ഏജ് അൺനോൺ. ഇതൊക്കെ വേറെ റസീല 1982 തൊട്ട്. ഇങ്ങനെ ഇത്രയും പൂക്കുന്ന ഒരു ഇല കാണാണ്ട്. സോ പ്രിറ്റി. നമ്മൾ നേരത്തെ കണ്ട അതേ ചെടി ഈ ഒരു രൂപത്തിലാക്കി വെച്ചേക്കുന്നു. സിൻസ് 1982 ട്രെയിനിങ്.
നമ്മളിപ്പോൾ ക്യാപിറ്റൽ കോളംസിൻ്റെ അടുത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര കാറ്റുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ബാക്കിൽ കാണുന്നത് ഈ ക്യാപിറ്റോളിൻ്റെ അബ്രഹാം ലിങ്കണിനെയൊക്കെ ഇനോഗ്രേറ്റ് ചെയ്ത ഉള്ള സമയത്തുള്ള കോളംസാണ്. അത് 1958 ഈ കോളം മാറ്റി വേറെ കോളം അവിടെ വെച്ചു. അപ്പോൾ അത് ഇവിടെ കൊണ്ടുപോയി സ്ഥാപിച്ചാണ്. ഇത് ആക്ച്വലി വെരി ഇപ്പോൾ നമ്മൾ തന്നെ ആരോ ഒരു എൻഗേജ്മെൻറ്റോ കല്യാണത്തിൻ്റെ ഫോട്ടോഷൂട്ട് ആണെന്നുണ്ടോ അവിടെ നമ്മുടെ ഫ്രീ വെന്യൂ ആയതുകൊണ്ട് അത് ഭയങ്കര ഫോട്ടോഷൂട്ട് ലൊക്കേഷനാണ്. ഫ്രീ ആണ്, അതാണ് ഏറ്റവും വലിയ ഗുണം. അതെ അതെ, ഇവിടെ കൊടുക്കണ്ട. ആക്ച്വലി മോസ്റ്റ് ഓഫ് ദി അട്രാക്ഷൻസ് ഇൻ DC ആർ ഫ്രീ. പബ്ലിക് താമര ഫ്രീ ആയിരുന്നു അല്ലല്ലോ, അത് പ്രൈവറ്റ്. അതുകൊണ്ടാണ് പ്രൈവറ്റ് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ വേറൊരു ഗാർഡൻ എന്തായിരുന്നു അതിൻ്റെ പേര് ഞാൻ മറന്നു, ഡി വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഗാർഡൻ, അത് പ്രൈവറ്റ്, അതിന് എൻട്രി ഫീ ഉണ്ട്. പബ്ലിക് മിക്കതും ഫ്രീ. നമ്മൾ സൈസ് നോക്കിയേ, ഹൗ ഹ്യൂജ് ഇറ്റ് ഈസ്. ഇങ്ങനെ മാറ്റാൻ പറ്റുന്ന കോളമല്ല അവിടെ ഉണ്ട് സാധനങ്ങൾ. അങ്ങനെ മാറ്റിയില്ലേ, പൊട്ടിപ്പോണ്ട് ശരി. ഫൗണ്ട് വെച്ചിട്ടുണ്ട്. ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. പ്ലീസ് സപ്പോർട്ട്. നമ്മൾ ഇത്രയും കാലം ഗ്യാപ്പുള്ള കാരണം ഭയങ്കര റീച്ച് കുറവാണ്. സോ ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു സോ മച്ച്.